ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഫെംടോൺ സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. മുസ്ലിനേക്കൂർ ലൈഫ് ടോൺ പ്രോഗ്രാം ഡയറക്ടർ. അമേരിക്കയിൽ സ്വർണ്ണപ്പനി, ഗോൾഡ് റഷ് പടർന്നു പിടിച്ച കാലം. ആർ.യു. ഡാർബി എന്ന യുവാവ് കൊളറാഡോയിലെ വരണ്ട മണ്ണിൽ പൊരിവയിലത്ത് മണ്ണുമാന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ, അവൻ്റെ വിയർപ്പുകളിൽ മണ്ണായിരുന്നില്ല, മറിച്ച് തിളങ്ങുന്ന സ്വപ്നമായിരുന്നു അവൻ്റെ മുഖത്ത്. ആഴ്ചകൾ നീണ്ട കഠിനാധ്വാനത്തിനൊടുവിൽ അവൻ്റെ മണ്ണ് വെട്ടി തിളങ്ങുന്ന ലോകത്തിൽ തട്ടി. സ്വർണം, ശുദ്ധമായ സ്വർണം. അവൻ ആവേശത്തോടെ കിട്ടിയ സ്വർണം മുഴുവൻ വാരിയെടുത്തു. പക്ഷേ മണ്ണിനടിയിൽ കിടക്കുന്ന ആ വമ്പൻ നിധിശേഖരം പുറത്തെടുക്കാൻ വലിയ യന്ത്രങ്ങൾ വേണമായിരുന്നു. അവൻ നാട്ടിലേക്ക് ഓടി. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പണം കടം വാങ്ങി വലിയ ഡ്രില്ലിംഗ് മെഷീനുകളുമായി തിരികെ വന്നു. ഡാർബിയും അമ്മാവനും ചേർന്ന് രാപ്പകലില്ലാതെ പണിയെടുത്തു. ആദ്യത്തെ ലോഡ് സ്വർണം അവർ പുറത്തെടുത്തു. അവർ കണക്കൂട്ടി, ഇനി കുറച്ച് ലോഡ് കൂടി കിട്ടിയാൽ കടം തീരും, പിന്നെ നമ്മളാരാ കോടീശ്വരന്മാർ. എന്നാൽ പെട്ടെന്നെല്ലാം നിശ്ചലമായി. അവർ കുഴിച്ചുകൊണ്ടിരുന്ന ആ സ്വർണ്ണസ്ഥിര ഗോൾഡ് വൈൻ കാണാതായി. മണ്ണിൽ സ്വർണ്ണത്തിലൊരു തരി പോലുമില്ല. അവർ അമ്പരന്ന് പോയി. കുറച്ച് താഴെ കാണുമെന്ന പ്രതീക്ഷയിൽ അവർ വീണ്ടും കുഴിച്ചു. മീറ്ററുകളോളം താഴേക്ക് പോയിട്ടും വെറും മണ്ണ് മാത്രം. നിരാശയുടെ വലിയൊരു മല അവരുടെ നെഞ്ചിൽ വീണു. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ ഡാർബി ആ തീരുമാനമെടുത്തു. മതി, ഇവിടെ ഇനി ഒന്നുമില്ല, ഞാൻ നിർത്തുകയാണ്. ഐ ക്വിറ്റ്. അയാൾ ആ വില കൂടിയ യന്ത്രങ്ങളെല്ലാം വെറും പായ് വിലക്ക്, തുച്ഛമായ വിലക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ അക്കൽക്കാരനെ വിറ്റു. തലതാഴ്ത്തി തോൽവിയും സംബന്ധിച്ച് ഡാർബി നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ ആ അക്കൽക്കാരൻ പഴയ യന്ത്രങ്ങൾ തുരുമ്പെടുക്കാൻ ഇട്ടിട്ടില്ല. പകരം ഒരു മൈനിങ് എഞ്ചിനീയറെ വിളിച്ച് ആ സ്ഥലം ഒന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. എഞ്ചിനീയർ വന്നു, കണക്കൂട്ടലുകൾ നടത്തി. ആ ഖനിയിലേക്ക് നോക്കി പറഞ്ഞു, സർ, ഡാർബിക്ക് വലിയൊരു അബദ്ധം പറ്റി. അയാൾക്ക് കന്നത്തിലെ ശാസ്ത്രം അറിയില്ലായിരിക്കാം. അയാൾ കുഴിക്കൽ നിർത്തിയ സ്ഥലത്ത് സ്വർണ്ണമില്ല എന്നത് സത്യമാണ്. പക്ഷേ എഞ്ചിനീയർ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പഠനങ്ങൾ പ്രകാരം വലിയ സ്വർണ്ണശേഖരങ്ങൾ കിടക്കുന്നത് ഡാർബി കുഴിക്കൽ നിർത്തിവെച്ചിടത്തു നിന്ന് വെറും 3 അടി താഴെയാണ്. അക്കൽക്കാരൻ വളരെ സന്തോഷത്തോടെ, ശുഭാപ്തിവിശ്വാസത്തോടുകൂടി യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചു. എഞ്ചിനീയർ കാണിച്ച സ്ഥലത്തേക്ക് കുഴിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മണ്ണിനടിയിലതാ സ്വർണം തിളങ്ങി. ഡാർബി എന്ന യുവാവ് ഉയർപ്പൊഴുക്കി ഉപേക്ഷിച്ചു പോയത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണശേഖരങ്ങളിൽ ഒന്നായിരുന്നു. വെറും 3 അടിയുടെ ക്ഷമ ഉണ്ടായിരുന്നെങ്കിൽ ഡാർബി ചരിത്രം സൃഷ്ടിക്കുമായിരുന്നു. ആ അക്കൽക്കാരൻ കോടീശ്വരനായി. പക്ഷെ ഡാർബി തകർന്നു പോയില്ല. ഈ വാർത്ത അറിഞ്ഞ ഡാർബി സ്വയം പറഞ്ഞു, ഞാൻ നിർത്തിയെടുത്തുനിന്ന് 3 അടി അകലെയായിരുന്നു സ്വർണം. ഇനി ജീവിതത്തിൽ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ വിജയം കാണാതെ ഞാൻ പിന്മാറില്ല. പിന്നീട് ഇൻഷുറൻസ് മേഖല എക്കാലത്തെയും വലിയ വിജയമായി ഡാർബി മാറി. ഓരോ തവണയും ഇല്ല എന്ന് പറഞ്ഞ് ആളുകൾ മുഖം തിരിക്കുമ്പോൾ ഡാർബി ആ പഴയ സ്വർണ്ണക്കനി ഓർക്കും. വിജയം തൊട്ടപ്പുറത്തുണ്ടെന്ന് അയാൾ വിശ്വസിച്ചു. ജീവിതത്തിൽ ഏറ്റവും കഠിനമെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് പലപ്പോഴും പിന്മാറാൻ തീരുമാനിക്കുന്ന, ചുറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഓർക്കുക, ഒരു ഘട്ടം ഒരുപക്ഷെ വിജയത്തിന് വെറും 3 അടി അകലെയായിരിക്കും. ഒരു പാറവെട്ടുകാരൻ വലിയ പാറക്കല്ലിന് മുന്നിൽ നിന്ന് ചുറ്റിക കൊണ്ട് അടിക്കുന്നു. 1 അല്ല 2 അല്ല 100 തവണ ആനുവറ്റിയിട്ടും ആ പാറക്കൊരു പോലെ പോലും ഏൽപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷേ 101ാമത്തെ വെട്ടിൽ ആ വലിയ പാറ 2ആയി പിളരുന്നു. കാണുന്ന ആളുകൾക്ക് തോന്നും അവസാനത്തെ വെട്ടാണ് പാറ പൊട്ടിച്ചതെന്ന്. എന്നാൽ സത്യം അതല്ല. മുമ്പ് വെട്ടിയ ഫലം കണ്ടില്ലെന്ന് നാം കരുതിയ ആ 100 വെട്ടുകൾ ഉണ്ടാക്കിയ ആഘാതമാണ് 101ാമത്തെ വെട്ടിൽ പാറയെ പിളർത്തിയത്. ഡാർബിക്ക് പറ്റിയ തെറ്റും ഇത് തന്നെയായിരുന്നു. 100 വെട്ടുകൾ വെട്ടി പാറ പൊട്ടാൻ പാകമായി നിൽക്കുമ്പോഴാണ് അയാൾ ചുറ്റിക താഴെ വെച്ച് മടങ്ങിപ്പോയത്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് ഫലം കാണുന്നതിൽ ഓർക്കുക, ആ ആദ്യത്തെ 100 വെട്ടുകൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് വെറുതെയാകുന്നില്ല. ഉള്ളിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വിജയം, ആ ബ്രേക്ക് ത്രൂ വരാൻ പോകുന്നത് തൊട്ടടുത്ത വെട്ടിലായിരിക്കും. അതുകൊണ്ട് ആ 101ാമത്തെ വെട്ടിന് മുമ്പ് ദയവായി നിർത്തിപ്പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ബിസിനസ് ആയിക്കോട്ടെ, പഠനമായിക്കോട്ടെ, ഏത് കാര്യത്തിലായിക്കോട്ടെ, നാം പരിശ്രമിച്ച് അവസാനത്തെ ആ വിജയം കാണുന്നത് വരെ പരിശ്രമിക്കുക. അവസാനത്തെ ആ 3 അടിക്ക് മുമ്പ് നാം പിന്മാറിയാൽ അത് മറ്റുള്ളവരുടെ ചരിത്രമായിരിക്കും പറയുക. എവർക്കും ഫെംടോണിൻ്റെ
എല്ലാ വിധത്തിലുള്ള സന്തോഷ വിവാദികൾ നേരുന്നു. താങ്ക് യു.